ഹലോ ഗൈസ്, ഇത് നമ്മുടെ പുതിയ പരിപാടിയാണ് ഫിഷ് ഷെസ്വാൻ ഫ്രൈ. അപ്പോൾ നമുക്ക് 4 പീസ് ബംഗള 2 പീസ് രണ്ട് ബംഗള മീനും പിന്നെ 4 പീസ് ചൂരയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ പാത്രത്തിൽ ഒരു ഇച്ചിരി ഉപ്പ്, മുളക്, എന്നിട്ട് ഒരിച്ചിരി പുളി വെള്ളം ഒരിച്ചിരി ചേർക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, മുളക് പൊടി ചേർക്കുക. പിന്നെ മുട്ട ഇതിന്റെ കൂടെ ഒഴിക്കും. മുട്ട ഇതിന്റെ കൂടെ ഈ മസാലയിൽ ഇടാം. അത് ഈ മസാലയിൽ മുട്ട ചേർക്കുന്നതിന്റെ കാരണം എന്താ? നാടൻ മുട്ട. അതെ, നാടൻ മുട്ടയാണ്. നാടൻ മുട്ട വേണം ചേർക്കാൻ, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് പിടിക്കും. നമ്മൾ എന്തിനാ ഇത് മുട്ട ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫ്രൈ പാനിൽ നമ്മൾ ഈ മീൻ വെക്കൂലേ, വെക്കുന്ന സമയത്ത് അത് ഫ്രൈ ആവുന്ന സമയത്ത് ചിലവരുടെ പാൻ ശരിയാവൂല, അപ്പൊ ഈ മസാലയൊക്കെ പാനിലൊക്കെ പിടിക്കും. അതാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മസാല തേക്കുന്നത്. മസാലയില് മുട്ട ചേർക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീനിടാം. മീൻ നല്ല രീതിയിൽ ഇടാം, അതായത് ആവശ്യത്തിന് ഇടാം. എന്നിട്ട് മീൻ മസാല എല്ലാം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മള് മീൻ വരയല്ല, ഒന്നും ചെയ്യില്ല, അങ്ങനെ ഇടാം. ഇതിന്റെ കാരണം എന്താന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നല്ല രീതിയിൽ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്തി എടുക്കാം. കത്തി എടുത്ത് മീനിന്റെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇതുകൊണ്ട് നല്ല സ്പൈസി ആണല്ലോ, കണ്ടിട്ട് നല്ല മസാല. ഷെസ്വാൻ അല്ലേ, അപ്പൊ ഒന്ന് സ്പൈസി കൂടും. ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പൊ നല്ല മീറ്റ് നല്ല ടെൻഡർ ജ്യൂസി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ കുത്തുമ്പോ നല്ല ആഴത്തിൽ കുത്താൻ ട്രൈ ചെയ്യാം. വരയുമ്പോ നമുക്ക് ആഴത്തിൽ വരയാൻ പറ്റൂല. എന്തുകൊണ്ടാന്ന് വെച്ചാ മീൻ വിടാൻ നോക്കും. അപ്പൊ 2 മിനിറ്റ് ഞാൻ അങ്ങനെ കുത്തും. കുത്താണേ. നമുക്കൊന്ന് തിരിച്ചിടാം. മറിച്ച് ദേശം കുത്തണം നല്ലപോലെ. 2 സൈഡിലും കുത്താം. നമുക്കിങ്ങനെ കുത്തിയിട്ട് തിരിച്ചു മുറിച്ചും കുത്താം. എന്നിട്ട് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വരെ വെക്കാം. ശരി ഗൈസ്, അപ്പോൾ നല്ല പാൻ ചൂടായിരിക്കുകയാണ്. ഇന്നലെ ഫുള്ള് നമ്മൾ ഫ്രീസറിൽ വെച്ചായിരുന്നു. ഇപ്പോൾ മസാലയൊക്കെ കയറി നല്ല ടെൻഡർ ജ്യൂസ് കഴിക്കുന്നുണ്ട്. നമുക്ക് നല്ല വെളിച്ചെണ്ണ വളർത്താം. എന്നിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം എല്ലാ സ്ഥലവും. നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. വേണ്ട ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൂര പീസ് എടുക്കാൻ എടുക്കാം. അപ്പോൾ ചൂര പീസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൂരൻ്റെ മുട്ട കൈ എണ്ണ ആവല്ലേ. നെക്സ്റ്റ് ഇതെന്താണ്? ബംഗള. അത് ഇടാനുള്ള സ്പേസ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഇത് നമ്മൾ വേവിച്ചെടുക്കും. അത് കൂടെ ഇട്ടോ. സ്പേസ് ഉണ്ട്. മൊത്തം ഇട്ടോ. കൈ എടുത്തോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇട്ട ഉടനെ അതിൻ്റെ മണം ഇങ്ങനെ അടിക്കും. നല്ല രസമാണ്. സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതിനെ കുക്ക് ചെയ്ത് നല്ല കുറച്ച് അടച്ചു വെക്കണ്ടേ? കുറച്ച് നേരം അടച്ചു വെക്കാം. ഒന്ന് നല്ല രീതിയിൽ ഒരു സൈഡ് നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, ഹാഫ് കുക്കായിട്ടുണ്ട്.
നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. അങ്ങ് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം നമുക്കങ്ങ് നല്ല രീതിയിൽ കുക്കാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് ബങ്കട അല്ലേ? ഇനി ഇതെല്ലാം കൂടെ അതിൽ കൂടെ പോയി മണ്ടേ കൂടെ മുട്ട ഒഴിച്ചോണ്ടാണ് കേട്ടോ അങ്ങനെ. ഇതിൽ മുട്ട ഒഴിച്ചിട്ടുണ്ട് അല്ലേ? നാടൻ മുട്ട. ഇതാവട്ടെ. നമ്മളിപ്പോ ഫുള്ള് പൊരിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പൊരിച്ച് വെച്ച സാധനം കാണിച്ചോളൂ. ചൂട് പിന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. ശരി.